ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നോക്കിയ 1010 എന്ന് പറയുന്ന മോഡൽ, അതിൻ്റെ സിം ട്രാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിം കാർഡ് വർക്ക് ചെയ്യലാത്ത കംപ്ലൈൻറ്റ് എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ഉള്ള ഫുള്ള് വീഡിയോ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ സിം ട്രേ. നിങ്ങൾ ഇപ്പോൾ സിം വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സിം ട്രേ ആണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം ഫിസിക്കലി. പിന്നെ ഇതിൻ്റെ ജമ്പർ ഞാൻ പറയാം. ഇതിന് 6 ലെഗുകളാണുള്ളത്. 1 2 3 4 5 6. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും ഉണ്ട്. ഇത് R, ഇത് C. ഇതിൻ്റെ മുകളിൽ 2 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത് ഈ സൈഡിൽ നിന്ന് ലാസ്റ്റിലത്തെ ഇത് ഗ്രൗണ്ടാണ്. ഇത് നോ കണക്ഷനാണ്. ഈ സാധനം കയറുന്നത് ഈ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ്. പിന്നെ ഇവിടുത്തെ 3 കണക്ഷൻ്റെ കാര്യം പറയുകയാണ്. ഈ 2 കണക്ഷനും കയറുന്നത് ഈ റെസിസ്റ്ററിലേക്കാണ്. അതിൽ ഈ കണക്ഷൻ കയറുന്നത് ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ അടിയിലേക്കും, ഈ താഴെ ഇരിക്കുന്ന രണ്ടാമതിരിക്കുന്ന R1 R2 എന്നിട്ട് കഴിഞ്ഞാൽ രണ്ടാമതിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ അടിയിലേക്കാണ് ഇങ്ങേറ്റത്തെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ഈ കണക്ഷൻ കയറുന്നത് ഇതിൻ്റെ അടിയിലേക്ക്, അങ്ങനെയാണ് കണക്ഷൻ കയറുന്നത്. പിന്നെ ഈ കണക്ഷനാണ്. ഈ കണക്ഷൻ നമുക്ക് ഇതിലേക്ക് കൂടെ എടുത്തുകൊണ്ട് വരാം. ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിലാണ് കയറുന്നത്. അപ്പോൾ ഈ സൈഡിലേക്ക് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ ഈ സൈഡ് മാറിപ്പോയി കഴിഞ്ഞാൽ സിമ്മ് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ കറക്റ്റായിട്ട് സൈഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണക്ഷൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.